ഇന്ന് 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, വെറും കട്ടൻ ചായ കുടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോഴാണ് അനിയത്തി പറഞ്ഞത് നമുക്ക് ഉണ്ടാക്കല്ലേ, അരി ഉണ്ടാക്കല്ലേ എന്ന്. നോക്കുമ്പോൾ അരി ഉണ്ടാക്കാൻ പരിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതായത് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊന്നൊരു കാര്യം ചെയ്യിച്ചുള്ള വെല്ലവും കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. രാവിലെ ചട്നിക്ക് അരിച്ചതിൻ്റെ ബാക്കി തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൂടി കൂട്ടിയിട്ട് നമുക്കെന്നാൽ ഇങ്ങനെ അരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒരാഗ്രഹം കഴിക്കാൻ. അപ്പോൾ ഞാനിത് അരിയൊക്കെ കുറച്ച് അരി എടുത്തിട്ട് വറക്കുക കേട്ടോ. പിന്നെ അവൾ എപ്പോഴും പറയും, ചേച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കായിരുന്നില്ലേ. നമുക്ക് ചിലപ്പോൾ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടിയ, എനിക്കും കുട്ടിക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ വെല്ലവും കോറപ്പൊടിയൊന്നും ആളാരും കഴിക്കില്ല കേട്ടോ, ചൂട് കൂടുതലാന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും, ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കും ഒന്നും ഉണ്ടാക്കാതെ. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നമ്മൾ വെറുതെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്ത സമയം കൊണ്ട് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കായിരുന്നില്ലേ ചേച്ചീന്ന്. അപ്പോൾ ഇന്നിപ്പോൾ 4 മണിക്ക് ചായക്ക് കടിയൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പം എന്നാൽ നമുക്ക് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ശർക്കര ഉണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അംഗനവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കര കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അട ഉണ്ടാക്കിയിട്ട് അവൾക്ക് അട ഉണ്ടാക്കി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അട ഉണ്ടാക്കിയപ്പോൾ അത് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പഴയ കുറച്ച് ബെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2-3 ചെറിയൊരു അച്ച് പോലെ എടുത്തിട്ടാണ്, അതന്നെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി അതെടുത്തിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ വറുത്ത് കഴിഞ്ഞു. അരി വറുത്തത് ചൂടാറാൻ വെക്കുകയാണ് കേട്ടോ. കുറച്ച് തേങ്ങയും ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അമ്മ ആ സമയം കൊണ്ട് അരി അരയ്ക്കണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അമ്മ അരി അരയ്ക്കണം വിചാരിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കൂടെ നിൽക്കണം കേട്ടോ. നമ്മൾക്ക് വേറെ ഒന്നും തരാനില്ലെങ്കിൽ നമുക്ക് ഈ സ്നേഹവും സപ്പോർട്ടിങ്ങൊക്കെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ തിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അരയ്ക്കണം. അപ്പോൾ അങ്ങനെ ഇതാ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറാൻ ആദ്യം ഞാൻ ആ പാത്രത്തിൽ എന്നെ വറുത്ത പാത്രത്തിൽ വെച്ചു കേട്ടോ. പിന്നെയാണ് ഇനി അതിൽ വെച്ചാൽ കുറേ സമയം എടുക്കുമല്ലോ അരി ചൂടാറാൻ. അപ്പോൾ ഞാൻ വേഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ അരി അതാ ചൂടാറിയിട്ടുണ്ട്. ഇനി തേങ്ങയും അരിയും കുറച്ച് ശർക്കരയും കൂടെ കൂട്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരയ്ക്കാമെന്നാണ് വിചാരിച്ച്. അമ്മിയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, പഴയ പോലെ. പിന്നെ ഉരലൊന്നും പാലും അങ്ങനെ ഇടിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറിയ ജാർ തന്നെ എടുത്തു. ശരിക്കും നമുക്ക് ആ ഉരലിലൊക്കെ എടുത്തിട്ട് അരച്ചിട്ട് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്, പണ്ടത്തെ പോലെ എല്ലാവരും അരച്ചിട്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുക, അരിമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു തോണി പോലെ, കടപ്പ പോലെ ഒരു സാധനത്തിൽ ഇങ്ങനെ അരച്ച് ചതച്ച് ഇങ്ങനെ ഈ കയ്യിലിൻ്റെ കണയും കൊണ്ടൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചതച്ചിട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ ചമ്മന്തി. അതിനൊക്കെ എന്തോ ഒരു ടേസ്റ്റ്. അത് മരം കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ പുരാതന വസ്തുക്കളൊക്കെ ഇങ്ങനെ ശേഖരിക്കാൻ, ഏതൊക്കെ വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ, എത്ര എണ്ണം ഉണ്ട്, ഇപ്പോഴും ഉണ്ടോ അതൊക്കെ എന്നൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി അന്വേഷിക്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ കുറേ വീടുകൾ കയറിയിട്ട് എന്തൊക്കെ പഴയ സാധനങ്ങൾ, പഴമയിലേക്കൊരു തിരിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞിട്ട് കുറേ വീടുകളൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിതാ അരി അരയ്ക്കുകയാണ് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ ഈ മിക്സിയുടെ ജാറ് കുറച്ച് മുന്നേ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലേഡൊക്കെ പൊട്ടി അതെല്ലാം നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരാക്കി കൊണ്ടുവന്നിട്ട് ഉള്ളൂ കേട്ടോ. ഒരാഴ്ച ആവണുള്ളൂ നേരാക്കി കൊണ്ടുവന്നിട്ട്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി. ആ സമയം കൊണ്ട് അമ്മ അവിടെ അരി ആട്ടാൻ തുടങ്ങുകയാണ് കേട്ടോ. അരി അരയ്ക്കുകയാണ്, ഉഴുന്നൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം അത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കുകയാണ്. ചിലർ നെയ്യൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കും കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് അതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പൊന്നും ചേർത്തില്ല. വെറും അരി, ശർക്കരയും വെല്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മാത്രമാക്കി എടുത്തിട്ട് ഞാനിപ്പോൾ അത് ഉരുട്ടി വയ്ക്കുകയാണ്. ഞാനും അമ്മയും അനിയത്തി മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇന്ന് രാജശേട്ടൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കൊണ്ടുവരണം. അപ്പം ഇന്ന് രാജശേട്ടന് വണ്ടി പണിക്ക് നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട്, പണിക്ക് നിർത്തുക പറഞ്ഞാൽ അതിൻ്റെ ഓയിലെന്തോ മാറ്റാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചായക്ക് കടിയൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ എന്തെങ്കിലും വേണമല്ലോ, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ ശീലമായതുകൊണ്ട് എന്തെങ്കിലും വേണമല്ലോ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞങ്ങൾ ഇന്നെങ്ങനെ ഇതുണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞത്. പിന്നെ കോറപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, അത് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഇതുണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിന് ശേഷം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കറണ്ട് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. കുറേ ആയിട്ട് ഇത് ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ. 2-3-4 ദിവസമായിട്ട് കേട് വന്ന് പോയാലോ എന്ന് പറഞ്ഞിട്ട്
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.